ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒലീവ് ബോർഡ് ഡിസംബർ 23-24 ഡേയ്സിൽ നടത്തിയ ലൈവ് മോക്ക് എക്സാമിന്റെ മാത്സിന്റെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഡേറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ബിലോ ലൈൻ ഗ്രാഫ് ഷോസ് ദ നമ്പർ ഓഫ് ബാസ്കറ്റ് സോൾഡ് ബൈ 5 ഷോപ്കീപ്പേഴ്സ് ഇൻ 3 months. അതായത് മെയ്, ജൂൺ, ജൂലൈ മാസത്തിലാണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ബാസ്കറ്റ് സോൾഡ് ഇൻ ജൂലൈ എന്ന് പറയുന്നത് മറ്റ് 5 ഷോപ്പ് കീപ്പേഴ്സും ജൂലൈ മാസത്തിൽ വിറ്റ ആവറേജ് നമ്പറിനേക്കാളും എത്രമാത്രം കൂടുതലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനു മുമ്പ് ജൂലൈ മന്തിലെ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം. സോ ജൂലൈ മന്തിലെ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ 168, 112, 96, 108 ആൻഡ് 126. നമ്മൾ ആഡ് ചെയ്യുക 610 വരും. സോ ഇതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 610 ഡിവൈഡഡ് ബൈ 5 വരും, 124 വരും. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എത്ര വർഷമുണ്ട് അല്ലെ എത്ര തവണയാണ് ജൂലൈ മന്തിൽ 124നേക്കാളും കൂടുതൽ വാല്യൂ? അപ്പൊ നോക്കുക, ആദ്യം 168 ആണ് അല്ലെ, ഒരു വാല്യൂ കറക്റ്റ് ആണ്. 112 കുറവാണ്, 96 കുറവാണ്, 108 കുറവാണ്, 126 കൂടുതലാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? 2 വർഷം മാത്രമേ ഉള്ളൂ കൂടുതൽ വരുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. In a college group, average weight of Amit, Bhuvan, Chandu, Deep. അതായത് അമിത്, ഭുവൻ, ചന്തു അതുപോലെ ദീപ്, ഇവരുടെ ആവറേജ് വെയിറ്റ് നമുക്ക് അതിന് 60 kg ആണ്. സോ അവരുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 240 kg ആയിരിക്കുമല്ലോ. നെക്സ്റ്റ് ഒരു പുതിയ പേഴ്സൺ ആഡ് ചെയ്തു, ഇഷാൻ എന്ന് പറയുന്നത്. സോ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇഷാൻ ഐ എന്ന് പറയുന്ന അവർ ചേർന്നപ്പോൾ ആവറേജ് വെയിറ്റ് 1 ഇൻക്രീസ് ചെയ്തു, 61 ആയി. 61 into 5 പേരായപ്പോൾ 305 kg. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഐയുടെ ഏജ് കിട്ടും അല്ലെ. 305 മൈനസ് 240 ആണ്, ദാറ്റ് ഈസ് 65 kg ആയിരിക്കും ഇഷാന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. പിന്നീട് ഒരു പേഴ്സൺ വീണ്ടും ആഡ് ചെയ്തു, അതാണ് ഫാഹിം. ഫാഹിം റീപ്ലേസ് ചെയ്തത് അമിത്തിനെ റീപ്ലേസ് ചെയ്താണ് വരുന്നത്. സോ എഫ് പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ എന്ന് പറയുന്നത് ഇത്രയും പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 64 ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് 320 kg. സോ ഇതിൽ നമുക്ക് എഫ് പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിയുടെ വെയിറ്റ് നമുക്ക് കിട്ടും, കാരണം ഇഷാന്റെ നമുക്ക് വെയിറ്റ് അറിയാം. സോ 575 255 kg ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവരുടെ എന്ത് ഏജ് ആണ്? ആവറേജ് വെയിറ്റ് ആണ്. ഭുവൻ, ചന്തു, ദീപ് ആൻഡ് ഫൈം. സോ ടോട്ടൽ ഡിവൈഡഡ് ബൈ 4 ആണ് നമ്പർ എന്ന് പറയുന്നത്. 66, 4 3s are 12, 75 kg ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. സോ 1/6നെ നമുക്ക് 1/2 മൾട്ടിപ്ലൈഡ് വിത്ത് 3 എന്ന് എഴുതാം. പ്ലസ് 12നെ നമുക്ക് 3 മൾട്ടിപ്ലൈഡ് വിത്ത് 4 എന്ന് എഴുതാം. 1/4 മൾട്ടിപ്ലൈഡ് വിത്ത് 5നെ നമുക്ക് 20 എന്ന് എഴുതാം. സോ അത് വരുമ്പോൾ 1 എത്ര വരും? 24ന്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24ന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 24നെ നമുക്ക് 15 മൾട്ടിപ്ലൈഡ് വിത്ത് 60 അല്ലെ, അടുത്തടുത്ത നമ്പേഴ്സിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3/2 മൾട്ടിപ്ലൈഡ് വിത്ത് 8/3 വരും, is equal to 1/4x. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, സോ 1/2 മൾട്ടിപ്ലൈഡ് വിത്ത് 3നെ നമുക്ക് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3 നമുക്ക് 1/2 മൈനസ് 1/3 എന്ന് എടുക്കാമല്ലോ, സെയിം തന്നെ ആയിരിക്കും. അതുപോലെ നെക്സ്റ്റിന് 1/3 മൈനസ് 1/4 എന്ന് എടുക്കാം. അടുത്തതിന് അതുപോലെ എടുക്കാം. ലാസ്റ്റ് 1/15 മൈനസ് 1/60 എന്ന് എടുക്കാം. സോ ഹോൾ മൾട്ടിപ്ലൈഡ് വിത്ത് എത്ര വരും? ഇവിടെ 4 വരും, ഈസ് ഈക്വൽ ടു 1/4x എന്ന് വരും അല്ലേ. സോ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 1/3, അതായത് സെക്കൻഡ് ടേമും അടുത്തതിന്റെ ഫസ്റ്റ് ടേമും ക്യാൻസൽ ആവുന്നുണ്ട്. സോ ഏത് ബാലൻസ് വരും? 1/2 മൈനസ് 1/16 മൾട്ടിപ്ലൈഡ് വിത്ത് 4, അത് നമുക്ക് 1/16x എന്ന് എടുക്കാം. 4 നമ്മൾ അപ്പുറത്തെ സൈഡ് കൊണ്ട്. സോ ഇത് എത്ര വരും? 14/2 into 16 ഈസ് ഈക്വൽ ടു 1/16x വരും. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ x ഈക്വൽ ടു എന്ത് വരും? 1/7 എന്ന് വരും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് പി ക്യുവിന്റെ ലെങ്ത് 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യു ആറിന്റെ ലെങ്ത് എടുത്തു, ക്യു ആറിന്റെ ലെങ്ത് 14 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, പി ആറിന്റെ അതായത് 3 സൈഡ്സിന്റെ ലെങ്ത്, ട്രയാങ്കിളിന് 3 സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്.
പി എം എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണ്, ലൈൻ സെഗ്മെന്റിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതുപോലെ തന്നെ എസ് ടി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ക്യു ആർ ആണ്. ആ പോയിന്റും തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന പോയിന്റ് എസ് ടി എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ, ഈ എസ് ടി എന്ന് പറഞ്ഞിരിക്കുന്ന ലൈനാണ് ഈ ഹോൾ പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ സർഫേസിനെ ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ട്രപ്പീസിയം PMTS. അപ്പൊ ഇത്രയും ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഓൾ ഏരിയനെ ഈക്വൽ ആയി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനർത്ഥം ട്രയാങ്കിൾ PQRന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. സോ 3 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. 3 സൈഡ് തന്നിരിക്കുമ്പോൾ നമുക്ക് ഹെറോൺസ് ഫോമിൽ യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാം. സോ അതിനാദ്യമേ സെമി പെരിമീറ്റർ എടുക്കുക. 13 + 15 + 14/2 എത്ര വരും? 28 38 13 + 14 + 15 27 37 42, അതായത് 21 കിട്ടും അല്ലെ? 21 കിട്ടും, 21 സെന്റിമീറ്റർ കിട്ടും. സോ ഹെറോൺസ് ഫോമിൽ ഉപയോഗിച്ച ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? √S × S - A × S - B × S - C ആണല്ലോ, C ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? √21 21 3 കുറച്ചു 8, 21 നിന്ന് 15 കുറച്ചു 6, നെക്സ്റ്റ് 14 കുറച്ചു 7. സോ നമുക്ക് ഇത് കിട്ടി. സോ റൂട്ടിന്റെ അടുത്ത് നമുക്ക് നോക്കാം. 3 × 7 വരും, ഇവിടെ അത് 4 × 2 വരും, 2 × 3 വരും, ഇവിടെ 7 വരും. ഓക്കെ, സോ 2 7 ഉണ്ട്, അപ്പോൾ 7 പുറത്ത് വരും. 3 × 3 9 ഉണ്ട്, സോ 3 വരും, 2 വരും. എത്ര വരും? അപ്പോൾ ആൻസർ എത്രയായിരിക്കും വരുന്നത്? ഇവിടെ 84. ഇവിടെ ഒരു 4 കൂടെ ഉണ്ടല്ലേ, ഒരു 2 കൂടെ വരും. അപ്പോൾ 84 ആയിരിക്കും ഇവിടുത്തെ ഏരിയ. മീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. സോ അതിനർത്ഥം ഈ ഏരിയ എന്ന് പറയുന്നത് 42 ആയിരിക്കും. അതുപോലെ ഈ ഏരിയ ഫുൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 42 ആയിരിക്കും, കാരണം അത് ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ വീണ്ടും നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു PM നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾട്ടിറ്റ്യൂഡ് ആണ്, മൾട്ടിപ്ലൈഡ് വിത്ത് QR എന്ന് പറയുന്നത് 84 തന്നെയാണ് അല്ലെ? ഏരിയയോട് തന്നെ ഇക്വേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് PM എന്ത് കിട്ടും? QR ലെങ്ത് അറിയാം, 7 = 84. ഇംപ്ലൈസ് PM എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണല്ലോ, 12 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഈ ട്രയാങ്കിൾ PQM കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ PQM എടുത്ത് മാറ്റി വരയ്ക്കുകയാണ് PQM. അപ്പൊ അതിനകത്ത് നമുക്ക് PQ 13 അറിയാം, PM കണ്ടുപിടിച്ച് 12. സോ പൈതഗോറൻ ട്രിപ്ലറ്റ് വെച്ച് ഇത് എന്തായിരിക്കും? QM എന്ന് പറഞ്ഞ സൈഡ് 5 ആയിരിക്കും ആണല്ലോ. സോ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു 5 × 12 ഹാഫ് AB ആണല്ലോ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ അത് എത്ര കിട്ടും? 38 സെന്റിമീറ്റർ സ്ക്വയർ. സോ ട്രപ്പീസിയത്തിന്റെ ഏരിയ ട്രപ്പീസിയം ഏതാണ്? PSMT എന്ന് പറഞ്ഞ ട്രപ്പീസിയത്തിന്റെ ഏരിയ, ടോട്ടൽ ഏരിയ നമുക്കറിയാം 84 ആണ്. 84 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏരിയ 30 മൈനസ് ചെയ്യുന്നു. അല്ല 84 അല്ലല്ലോ, ആ സൈഡിന്റെ മൊത്തം ഏരിയ, സോറി. 84 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. നമുക്ക് അതിന്റെ ഹാഫ് അല്ല, അപ്പോൾ 42 - 30 എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ അല്ലെ? സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും എന്ന് പറയുന്നത് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ യൂണിറ്റ് ആണ്. സോ ട്രപ്പീസിയത്തിന്റെ ഏരിയ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. സെക്ടർ ഓഫ് റേഡിയസ് 25 സെന്റിമീറ്റർ, സെൻട്രൽ ആംഗിൾ x ഡിഗ്രി തന്നിട്ടുണ്ട്. സോ സെക്ടർ തന്നിട്ടുണ്ട്, സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് നമുക്ക് x ഡിഗ്രി ആണ്. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആണ്. സോ അതൊരു കോണാവുന്നു. എന്താണ്? രണ്ട് റേഡിയസ് ജോയിൻ ചെയ്തൊരു കോണാക്കുന്നു. അപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ ഓഫ് കോൺ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? ഡയറക്ട്ലി നമുക്കറിയാം x/360 × πr² എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ദ കോൺ അല്ലെ ലാറ്ററൽ സർഫേസ് ഏരിയ. ആ ഒരു സെക്ടറിന്റെ ഏരിയ, അതാണ് നമ്മുടെ ലാറ്ററൽ സർഫേസ്. സോ അത് 550. സോ x/360 മൾട്ടിപ്ലൈഡ് വിത്ത് 22/7, റേഡിയസ് എന്ന് പറഞ്ഞാൽ 25 ആണല്ലോ, ഈസ് ഈക്വൽ ടു 550. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. 11 2 11 5 0 25 2 2. സോ എക്സ് എന്ന് പറഞ്ഞാൽ 7 മൾട്ടിപ്ലൈഡ് വിത്ത് 360/25 ആണ്. എഗെയിൻ നമുക്ക് 72 കിട്ടും, 5 5 കിട്ടും. സോ നമുക്ക് മേളിലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് താഴെ 10 വരും. സോ യൂണിറ്റ് 8 ആയിരിക്കും. യൂണിറ്റ് 8 ആയിട്ടുള്ള രണ്ട് വാല്യൂ ഉണ്ട്. സോ 72 മൾട്ടിപ്ലൈഡ് വിത്ത് 14 3. സോ 100.8 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതാണ് സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ? ലാർജസ്റ്റ് വാല്യൂ അല്ല, സ്മോളസ്റ്റ് വാല്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്, സെക്കൻഡ് സ്മോളസ്റ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ വായിച്ചതിൽ എന്തെങ്കിലും കെയർലെസ്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. അപ്പം അത് ശ്രദ്ധിക്കുകയാണ്. കാരണം ലാർജസ്റ്റ് സ്മോളസ്റ്റ് ആണ് ചിലപ്പോൾ ചോദിക്കാറ്, പക്ഷേ സെക്കൻഡ് സ്മോളസ്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ 19 raised to 1/3
അതുപോലെ തന്നെ നെക്സ്റ്റ് 7 റേസ് ടു 1/5, നെക്സ്റ്റ് 12 റേസ് ടു 1/15, 24 റേസ് ടു 1/30. സോ 3, 5, 15, 30 ഇത്ര എണ്ണത്തിന്റെ LCM എത്ര? 3, 5, 15 ആണ്, 15, 15, 30. അപ്പോൾ 30 ആണ് LCM. സോ നമ്മൾ LCM ആയിട്ട് എടുക്കുക, സോറി LCM 30യോട് ഇക്വേറ്റ് ചെയ്തെടുക്കുക. അതായത് 19 റേസ് ടു ഇത് 30 ആണ്, 10/30 എന്ന് എഴുതാമല്ലോ. അടുത്തതിനെയാണ് നമുക്ക് 7 റേസ് ടു 30 വരുവാണെങ്കിൽ 6/30 എന്ന് എടുക്കാം. നെക്സ്റ്റ് ആണെങ്കിൽ 12/2/30 എന്ന് എടുക്കാം. നെക്സ്റ്റ് ആണെങ്കിൽ 24 റേസ് ടു 1/30 എന്ന് എടുക്കാം. സോ ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? 19 റേസ് ടു 10 ഹോൾ റേസ് ടു 1/30 എന്ന് എടുക്കാം. നെക്സ്റ്റ് ആണെങ്കിൽ 7 റേസ് ടു 6 ഹോൾ റേസ് ടു 1/30 എന്ന് എടുക്കാം. നെക്സ്റ്റ് ആണെങ്കിൽ 12 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 1/30 എന്ന് എടുക്കാം. അതുപോലെ ലാസ്റ്റ് വൺ ആണ് 24 റേസ് ടു 1/30 എന്ന് എടുക്കാം. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിനാ ചോദിച്ചിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്, ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ. ഇതിനകത്ത് നിങ്ങൾ കാരണം ഇതിന്റെ എല്ലാം റേസ് ടു പവർ വരുന്നത്, സ്മോൾ പവർ എല്ലാം സെയിം ആണ്. സോ നമുക്ക് ആ ബ്രാക്കറ്റ് അകത്തുള്ള അപ്പോൾ 24 റേസ് ടു 24 എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് ആണ്, 24. അപ്പോൾ ഇതായിരിക്കും സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് 12 റേസ് ടു 1/15 ആയിരിക്കും ആൻസർ. സോ n സ്പിയേഴ്സ്, n സ്മോൾ സ്പിയേഴ്സ് ആണ്. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ 2.5 ക്യൂബ് ആണ് തന്നിട്ടുണ്ട് റേഡിയസ്. അങ്ങനെ ഒരു വലിയ സ്പിയർ ഉണ്ടാവുന്നു, അതിന്റെ വോളിയം 4/3 പൈ, അതിന്റെ റേഡിയസ് 9 ക്യൂബ് ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നിന്റെ വാല്യൂ ആണ്. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 9 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 81 ഇൻറ്റു 9, സോറി 729 ഡിവൈഡഡ് ബൈ 225, 25 മേളിൽ എത്ര വരും? 1000 വരും. ഡെസിമൽ പോയിന്റിനെ ഞാൻ മാറ്റിയെന്നുള്ളൂ. 25 40 വരും, 5 8 വരും, 5 5 വരും. സോ എന്തായിരിക്കും വരുന്നത്? 81 ഇൻറ്റു 72 ഡിവൈഡ് ബൈ 125. സോ നമ്മളോട് ആൻസർ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, അത് നിയറസ്റ്റ് ഹോൾ നമ്പർ ആണ്, അതായത് കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല. സോ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 125, അപ്പോൾ അതിന് 1000 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഈസി ആയിരിക്കും. സോ 81 നമുക്കറിയാം മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? 81 മൾട്ടിപ്ലൈഡ് വിത്ത് 72 ഏതാണ്? മേളിലും താഴെയും നമുക്കൊരു 8 വെച്ച് 8 125 250 254 വരുമ്പോൾ 100 ആയി, 8 വരും, 8 വരുമ്പോൾ 1000 ആയല്ലോ. സോ ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 72 അതായത് 648 ഡിവൈഡ് ബൈ 72 വരും. 8 2 60, 56 56 64 65. അപ്പോൾ ഇവിടെ 6 വരും. സോ 12 18 18 18 28 46 4 4. അപ്പം അതായത് 46656 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. അതായത് 46.6 is equal to എന്താണ്? നമ്മളതിനെ കുറച്ചും കൂടെ എന്താണ് ഹോൾ നമ്പറിലോട്ട് എടുക്കുമ്പോൾ 47 വരും. സോ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അമിത് പെർ ഡസൺ, അതായത് 12 എണ്ണത്തിന് 180 രൂപ വെച്ച് സെല്ലിംഗ് പ്രൈസ് ആണ്. ആദ്യമേ സെല്ലിംഗ് പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്, വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. കാരണം സാധാരണ കേസ് കോസ്റ്റ് പ്രൈസ് ആണ് പറയുന്നത്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ സെല്ലിംഗ് പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്തത് 16 എണ്ണത്തിന് 80 രൂപ വെച്ച്, അത് കോസ്റ്റ് പ്രൈസ് ആണ്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ എണ്ണം എന്താണ്? സെയിം ആക്കണം. സോ നമുക്ക് 48 ആണ്. സോ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 720 വരും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 48 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 240 വരും. സോ കണ്ടുപിടിക്കേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് 240 0.848. ഇവിടെ ശ്രദ്ധിച്ചോണം, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 240 ആണ്, ഒരിക്കലും 720 എടുക്കരുത്. എത്ര വരും? 200%. ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരു സർട്ടൺ സം എമൗണ്ട് ചെയ്ത് 2 വർഷം കൊണ്ട് ഇത്ര എമൗണ്ട്, അതുപോലെ തന്നെ 3 വർഷം കൊണ്ട് 499.8 എമൗണ്ട് കിട്ടിയത് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ്. സോ നമുക്കറിയാം ഇക്വേഷൻ നമ്മൾ 1 പ്ലസ് ആർ ബൈ 100 എന്ന് പറയുന്നത് 499.8 ഡിവൈഡഡ് ബൈ 4704 എന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റ് മേളിലും താഴെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഡെസിമൽ പോയിന്റ് മാറ്റുമല്ലോ, ഡയറക്റ്റ്ലി നമ്മൾ ചെയ്തതാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു 4 വെച്ച് മേളിൽ എന്താ ഡിവൈഡ് ചെയ്യും? 4 1 4 2 ആർ 8 4 4 16. ഓ വരില്ല, 4 വെച്ച് വരത്തില്ല അല്ലേ? 4 വേണ്ട, 2 വെച്ച് നമ്മൾ നോക്കാം. 2 വെച്ച് നോക്കാം. സോ 2 വരും. 2 ഓക്കെ, അപ്പോൾ ഇത് 3 വെച്ച് നോക്കാം. 8 3 3 വരും. ഇവിടെ ആണെങ്കിൽ 3 ആണെങ്കിൽ 784 വരും ആണല്ലോ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് R/100.
6/100 എന്ന് പറയുന്നത് 833 മൈനസ് 784/784. അതായത് നമ്മൾ ആ 1-ന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. 49/784 ആണ്. ഇസ് ഈക്വൽ ടു 49-നെ എത്ര മൾട്ടിപ്ലൈ ആണ്? 49 ഇൻറ്റു 16 49 2 വരുമ്പം 98 ആയിരുന്നു. 41 49 ഓക്കെ. അപ്പോൾ 16 വരും. സോ 6-ൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര വരും? സോറി 1/16 ആണല്ലോ. 16 അല്ല 1/16. 1/16 വരും. സോ 6 എന്ന് പറയുന്നത് 100/16 വരും. ഓക്കെ, ഇത്രയും പെർസെൻറ്റേജ് വരും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 24,000 മൾട്ടിപ്ലൈഡ് വിത്ത് 4 ഇൻറ്റു 100/16 ഇൻറ്റു 100 ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആവുന്നു. 6,000 റുപ്പീസ് ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11m plus 11/m. സോ 11m plus 11/m എന്ന് പറയുന്ന റൂട്ട് 242. ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് 121 ഇൻറ്റു 2 എന്ന് എടുക്കാം. സോ ഇസ് ഈക്വൽ ടു 11 റൂട്ട് 2 എന്ന് വരും. സോ 11 എല്ലായിടത്തും നമ്മൾ ക്യാൻസൽ ചെയ്താൽ m plus 1/m എന്ന് പറയുന്നത് റൂട്ട് 2 എന്ന് വരും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് m⁵5 plus 1/m⁵ 5 എന്നാണ്. സോ ഇതെന്ന് പറയുന്നത് m⁵3 plus 1/m⁵3യും വേണം. അതുപോലെ തന്നെ m² plus 1/m² ഇതും വേണം. സോ ഇതിൽ നിന്ന് എന്തുകൂടെ ക്യാൻസൽ ചെയ്യണം? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അത് മാത്രം ആവത്തില്ല. എന്തായിരിക്കും? മൈനസ് m plus 1/m മൈനസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് m³ ഇവിടെ കൊടുക്കാം. m³ plus 1/m³ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയായിരിക്കും? √2 the whole cube മൈനസ് 3 √2 ആയിരിക്കും. അതായത് 2 മൈനസ് √2 ആയിരിക്കും ആണല്ലോ. m² plus 1/m² എന്ന് പറയുന്നത് 2 മൈനസ് 2 ആണ്. ദാറ്റ് ഈസ് 0. സോ ഈ വാല്യൂ എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇസ് ഈക്വൽ ടു 0 മൈനസ് m plus √2 ഇസ് ഈക്വൽ ടു മൈനസ് √2 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ അത് 12 or 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് റിമൈൻഡർ കിട്ടുന്നു. അതുപോലെ തന്നെ അതേ നമ്പർ 7 or 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ y കിട്ടുന്നു. അങ്ങനെയാണ് y മൈനസ് എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഡിവിസിബിൾ ബൈ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് 12 or 15 ആദ്യം നമുക്ക് എടുക്കാം. എന്താണ് 12 15 LCM 60 ആണ്. അപ്പോൾ 60 k പ്ലസ് എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ രീതിയിൽ നമുക്ക് ഇസഡ് കിട്ടും. രണ്ടാമത്തെ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? 18 7 56 LCM. സോ 56 പ്ലസ് k പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 1 or 2 3 എന്ത് വേണം വരാം y ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. സോ നമുക്ക് രണ്ടും ഈക്വൽ ആണ്. സോ 60k പ്ലസ് എക്സ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും 56k പ്ലസ് വൈ. നമ്മൾ ചോദിച്ചിരിക്കുന്ന y മൈനസ് എക്സ് ആണ്. ഈക്വൽ ടു 4k. ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. നമ്പർ ഓഫ് ബുക്സ് സോൾഡ് ബൈ അനിൽ. അതായത് അനിൽ വീക്ക് 1 അനിൽ വീക്ക് 1 വീക്ക് 2. അപ്പം അനിൽ വീക്ക് 1 വിറ്റത് 2400 റുപ്പീസ് ആണ് സോൾഡ് ചെയ്തത്. വീക്ക് 2 2000 റുപ്പീസ് ആണ്. സോറി ബുക്സ് ആണ്. ഇനി അമിത് ആണെങ്കിൽ വീക്ക് 1 2700 ബുക്സ് ആണ്. വീക്ക് 2 ആയപ്പോൾ 2400 ബുക്സ് ആണ് സോൾഡ് ചെയ്തത്. ചോദിച്ചിരിക്കുന്നത് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ബുക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അനിലിൻ്റെ. സോ അനിലിൻ്റെ എടുക്കുമ്പോൾ പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 400 ബൈ അവയുടെ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 400 ബൈ 2400 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ഈസ് ഈക്വൽ ടു 100/6. അങ്ങനെ തന്നെ നടക്കട്ടെ. വൈ എന്ന് പറയുന്നത് 300 ബൈ 2700 ഇൻറ്റു 100 ആണ്. അതല്ലെങ്കിൽ 100/9 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് ഈസ് ടു വൈ ആണ് അല്ലേ? എക്സ് ബൈ വൈ ആണ്. അതായത് 100/6 ഈസ് ടു 100/9 ആണ്. ഈസ് ഈക്വൽ ടു എന്ത് വരും? 9:6 വരും. 3:2 വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഏരിയ ഓഫ് ഇക്വലൈറ്റ് ട്രയാങ്കിൾ √3/4a² ആണ്. ഈസ് ഈക്വൽ ടു 36√3 എന്ന് തന്നിട്ടുണ്ട്. സോ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 × 2 12 ആയിരിക്കും. 12 സെൻറ്റിമീറ്റർ ആയിരിക്കും സൈഡ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ സർക്കംസ്ക്രൈബിങ്. അതായത് നമ്മൾ ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിളിനെ സർക്കിൾ ചെയ്തിട്ട് എന്തായിരിക്കും? സോറി ട്രയാങ്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ട് സർക്കിൾ വരുന്നു. സോ ഇതിൻ്റെ ഒരു റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അതിൻ്റെ ഒരു റേഡിയസ്. അപ്പോൾ ഈ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഇക്വലൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇത് √3a/2 ആണ്. ഈ √3a/2ൻ്റെ 2/3 പൊസിഷൻ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറയുന്നത്. 2:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് എത്ര വരും?
എ ബൈ റൂട്ട് 3 വരും. അതായത് എ എന്ന് പറഞ്ഞാൽ 12/√3 ആണ്. 12/√3 എന്ന് പറയുമ്പം 4√3 ആയിരിക്കും. എന്തെന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 8√. അപ്പോൾ അത് നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ ബൈ പെരിമീറ്റർ റേഷ്യോ ആണ്. സോ 8√3 പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 12 ആണ്. സോ ഇത് നമ്മൾ 4/2 4/3 അതായത് 2√3/9 2√3:9 ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ആൻഡ് ബി റിസീവ്ഡ് മണി ഇസ് ദ ഷെയർ 5:3. ഡിഫറൻസ് അതായത് 2 എന്ന് പറയുന്നത് 18,000 ആണ്. 2 എന്ന് പറയുന്നത് 18,000 ആണ്. അങ്ങനെ ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. 18,000. So 18,000 divided by 2 multiplied with the total 8 ആണ്. So ഇത് എത്ര വരും? 18 into 4 72. So 72,000 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ JKL. ഓക്കെ, അതിൽ നമുക്ക് കെയും പെർപെൻഡിക്കുലർ JL ആണ്. അപ്പോൾ JL ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കെ മേളിൽ എടുക്കാം. ഇത് എം വരും. ഇത് പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. ഇനി എൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ എടുത്തു. KNJ. ഓക്കെ, ഈ KNJ എന്ന് പറയുന്നത് എ ഡിഗ്രി. ഇത് എ ഡിഗ്രി നമ്മൾ എടുക്കുവാണ്. എ ഡിഗ്രി. സോ നെക്സ്റ്റ് NJL എന്ന് പറയുന്നത് 68 ആണ്. അതുപോലെ NKM എന്ന് പറയുന്നത് 64 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇത് എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ O എന്ന് എടുക്കുകയാണെങ്കിൽ ആംഗിൾ JOM എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് 68 ആയിരിക്കുമല്ലോ, 22 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളും അത് തന്നെ ആയതുകൊണ്ട് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 22 ഡിഗ്രി തന്നെയായിരിക്കും. സോ അതിൽ നമ്മൾ ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ എ എന്ന് പറയുന്നത് എ ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 64 ഡിഗ്രി പ്ലസ് 22 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 മൈനസ് 686 4 9 94 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The owner of a shop sells 3 articles A, B, 17%, 10% loss, 25% പ്രോഫിറ്റ്. ഓണർ ഇതെല്ലാം സെല്ലിംഗ് പ്രൈസ് സെയിം ആണ് തന്നിട്ടുണ്ട്. സോ ആദ്യത്തെ നമുക്കറിയാം. ഇപ്പോൾ ഒരു എക്സ് എന്ന് എടുക്കുകയാണ് ഞാൻ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 17/100 ആയിരിക്കുമല്ലോ ആദ്യത്തെ ഒരു കോസ്റ്റ് പ്രൈസ് അല്ല, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 117/100 ആയിരിക്കും. രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ് Y എന്ന് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 19/100 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് ഓഫ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ Z മൾട്ടിപ്ലൈഡ് വിത്ത് 125/100 ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ 5Z/4 എന്ന് എടുക്കാം. ഇതാണെങ്കിൽ 9Y/10 എന്ന് എടുക്കാം. മറ്റേത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് വേറെ വാല്യൂസ് ഒന്നും തന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ആണ്. സോ ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളൊരു എക്സാമ്പിളിൽ 170ൻ്റെയും 9ൻ്റെയും ഒരു 5ൻ്റെയും ഒക്കെ ഒരു LCM നമ്മൾ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 9 1 9 3 1 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 45 × 30 30 × 45. ഓക്കെ, 585 എന്ന് വരും. 585 വരും. ഓക്കെ, ഈ 585 അല്ല, കുറച്ചുകൂടെ നമ്മൾ ഈസിനെസ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ 585 ഡബിൾ എടുക്കാം. എടുത്തുകൊണ്ടെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് 585ഉം അതിൻ്റെ LCM ആണ്. 585 ഡബിൾ എന്ന് പറയുന്നതും LCM ആണ്. ഓക്കെ, അങ്ങനെ എടുത്തും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണ്, നമ്മളൊരു അപ്രോക്സിമേറ്റ് 585 എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസിന് നമ്മൾ അങ്ങനെയാണ്, കാരണം സെല്ലിംഗ് പ്രൈസ് എല്ലാം സെയിം ആണല്ലോ. അത് നമ്മൾ 585നോട് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ എത്ര കിട്ടും? എക്സ് ഇൻറ്റു 117/100 ഈസ് ഈക്വൽ ടു 585 എന്നാണല്ലോ. സോ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 5 ആണ്, 500 കിട്ടും. അതുപോലെ തന്നെ y എടുത്താലോ, y ഇൻറ്റു 9/10 എന്ന് പറയുന്നതാണ് 585. അങ്ങനെയെങ്കിൽ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 96950, അപ്പോൾ 650 കിട്ടും. ഓക്കെ, അതുപോലെ z ഇൻറ്റു 5/4 എന്ന് പറയുന്നതാണ് 585 ഈസ് ഈക്വൽ ടു z എന്ന് പറഞ്ഞാൽ 5157. അപ്പോൾ നമുക്കിത് എത്ര കിട്ടും? മൂന്നാമത്തേത് ഒരു 8 468 468 എന്ന് വരും. ഓക്കെ, അപ്പോൾ 3 വാല്യൂ നമുക്ക് കിട്ടി. എക്സും കിട്ടി, വൈയും കിട്ടി, ഇസഡും കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് അതിൽ നിന്ന് കിട്ടും. കോസ്റ്റ് പ്രൈസ്, ടോട്ടൽ കോസ്റ്റ് പ്രൈസ്, ടോട്ടൽ CP എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 585 പ്ലസ് 650 പ്ലസ് 468 വരും. 1703 കിട്ടും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 585 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആണല്ലോ, 2 വരും. 1755 വരും.
സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1755 ഡിവൈഡ് ബൈ 1703 എന്ന് പറയുന്നത് 1703 സോറി 500 അല്ല അല്ലേ, ഇവിടെ ഒരു തെറ്റിപ്പോയി, ഇവിടെ 500 ആണ് വരേണ്ടത്, 585. സോ ഇത് നമ്മൾ 500 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും, ഇവിടെ 8 വരും, ഓക്കെ 1728 വരും. സോ 1728 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ടോട്ടൽ, സോറി 1728 1728 7 സോറി 162 സോറി അല്ല 1 സെക്കൻഡ് 8 ഓക്കെ 1628 ആണ് കേട്ടോ, സോറി ഓക്കെ 1628 കിട്ടും. സെല്ലിംഗ് പ്രൈസ് 1755. അപ്പോൾ പെർസെൻറ്റേജ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1755 168. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു 1 8 7 3 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1755. കോസ്റ്റ് പ്രൈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്നാണ്. സോ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം, 1755 കൊടുത്തിരിക്കണം, അല്ല വേറെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും. സോ അത് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 20 5 5 3 15 5 1 വരും. സോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, 350. ഇപ്പോൾ 137 മൾട്ടിപ്ലൈഡ് വിത്ത് 20 എന്ന് പറയുന്നത് എത്ര വരും, 0 6 7 2 14 7 2 7 4 0 ഡിവൈഡഡ് ബൈ 351 വരും. സോ നോക്കാം വാല്യൂ നോക്കാം, 8 വരുമോ, 8 5 8 4 വരും, ഇല്ല 28. അപ്പോൾ 7 പോയിന്റ് സംതിങ്ങേ വരത്തുള്ളൂ. സോ ഏതായിരിക്കും ആൻസർ, ഒറ്റ ഓപ്ഷൻ ഉള്ളൂ 7.1%, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ ആണ്, സൈൻ 15 പ്ലസ് സൈൻ 75. സോ ഇതിന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലോ, അപ്പോൾ സൈൻ സ്ക്വയർ 15 മൈനസ് സൈൻ സ്ക്വയർ 75. ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെ കോസ് സ്ക്വയർ 15 മൈനസ് കോസ് സ്ക്വയർ 75, സൈൻ 91 ആണ്. സോ സൈൻ സ്ക്വയർ 15 സൈൻ സ്ക്വയർ 75. സോ ഇതിനെ നമുക്ക് സിമ്പിൾ ആയിക്കണം. സൈൻ സ്ക്വയർ 15 എന്ന് പറയുന്നത് കോസ് സ്ക്വയർ 75 ആണ്, സൈൻ സ്ക്വയർ 75 എന്ന് പറയുന്നത് കോസ് സ്ക്വയർ 15 ആണ്, ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ 15 മൈനസ് കോസ് സ്ക്വയർ 75 പ്ലസ് 1. സോ ഇത് നമ്മൾ മൈനസ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ സെയിം, അപ്പോൾ -1 + 1 = 0. എങ്ങനെയാണ് അങ്ങനെ വന്ന് നമ്മൾ ക്വാഡ്രന്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സോ സൈൻ 50 എന്ന് പറയുന്നത് കോസ് 75 തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, അപ്പോൾ ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം എന്ന് പറയുന്നത് 39 വരും. സ്പീഡ് ഓഫ് കറണ്ട് ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം എന്ന് പറയുന്നത് 11 വരും. സോ ഇത് നമുക്ക് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എത്ര കിട്ടും, 49 50 25 കിട്ടും. അപ് സ്ട്രീം എന്ന് പറയുന്നത് 14 കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടൈമാണ്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ബൈ എത്രയാണ്, വിത്ത് ദ കറണ്ട് ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം എടുക്കണം 25 = 5 hours ആണ്, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് വരുന്നത്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 cos 88 sin 28 പ്ലസ് 2 sin 88 sin 28 മൈനസ് sin 64 മൈനസ് cos 64 കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് 1-2 പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയിരിക്കണം. 2 cos A sin B എന്ന് പറയുന്നത് 2 cos A sin B എന്ന് പറയുന്നത് sin A പ്ലസ് B മൈനസ് sin A മൈനസ് B ആണ്. നെക്സ്റ്റ് 2 sin A sin B എന്ന് പറയുന്നത് 2 sin A sin B എന്ന് പറയുന്നത് cos A മൈനസ് B മൈനസ് cos A പ്ലസ് B. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കണം, അത് രണ്ടും നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ആദ്യം നമ്മൾ 2 cos A sin വേണ്ടിയിൽ അപ്ലൈ ചെയ്യുമ്പം ആദ്യത്തെ സ്ഥലത്ത് എന്ത് വരും, sin 88 പ്ലസ് 28 വരും, അപ്പോൾ അത് 1160 വരും, മൈനസ് sin 60 വരും. നെക്സ്റ്റ് 2 sin A sin B അപ്ലൈ ചെയ്യുമ്പോൾ cos 60 വരും, മൈനസ് cos 116 വരും. ബാക്കി sin 64നെ നമുക്ക് 19 മൈനസ് 26 എന്ന് എഴുതാം. അതുപോലെ തന്നെ കോസിനെ നമുക്ക് 90 മൈനസ് 26 എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മൾ sin 116 sin 90 പ്ലസ് 26 sin 60 എന്ന് പറഞ്ഞാൽ √3/2, cos 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. സോ പ്ലസ് 1/2 വരും, അതായത് മൈനസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 1/2 വരും. അല്ലെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് തന്നെ എഴുതാം, 1/2 എന്ന് തന്നെ എടുക്കാം. അടുത്ത നമുക്ക് cos 90 പ്ലസ് 26 എന്ന് എടുക്കാം. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എഴുതാം. sin 90 മൈനസ്, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ, sin 90 മൈനസ് 26 എന്ന് പറയുന്നത് എത്രയാണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, cos 26 വരും, മൈനസ്
സൈൻ 26 വരും. ഇനി നോക്കുക, സൈൻ 90 പ്ലസ് 26 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണ്. അപ്പോൾ കോസ് 26 വരും. മൈനസ് √3 മൈനസ് 1/2 വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് വരുമ്പോൾ എന്താ വരും? പ്ലസ് സൈൻ 26 വരും. സോ മൈനസ് കോസ് 26 മൈനസ് സൈൻ 26 എന്ന് വരും. സോ നോക്കുക, അപ്പോൾ നമുക്കിവിടെ പ്ലസ് 26ഉം മൈനസ് 26ഉം കോസ് 26 ക്യാൻസൽ ആയി, മൈനസ് കോസ് 26ഉം പ്ലസ് കോസ്, പിന്നെ ആ ബാലൻസ് എന്തുണ്ട്? മൈനസ് √3 ഓഫ് മൈനസ് 1/2 എന്ന് വരും. നമ്മൾ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 മൈനസ് √3/2 വരും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഹുൽ ആൻഡ് സാഗർ സ്റ്റാർട്ടഡ് എ ബിസിനസ് ടുഗദർ. അപ്പോൾ രാഹുലും സാഗറും സ്റ്റാർട്ട് ചെയ്തു 3:8 റേഷ്യോയിലാണ്. 4 മന്ത് കഴിഞ്ഞപ്പോൾ ആര് വന്നു? തരുൺ വന്നു. അപ്പോൾ രാഹുൽ ഈസ് ടു സാഗർ ഈസ് ടു തരുൺ. 3:8 4/3 ഓഫ് രാഹുൽ എന്നല്ലേ പറഞ്ഞത്. സോ 4 ആയിരിക്കും. അതാണ് അവരുടെ ആ ഒരു പേയ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മന്ത് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ റേഷ്യോ എങ്ങനെ വരും? 3 മൾട്ടിപ്ലൈഡ് വിത്ത് 12:8 മൾട്ടി, കാരണം അവർ ഒരു വർഷത്തേക്ക് എടുക്കുന്നത്. 12 മാസം രണ്ടുപേരും. പക്ഷെ തരുൺ മാത്രം എത്ര മാസമുള്ളൂ? 8 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. 4 നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 4 3 is equal to 9:24:8 വരും. ഓക്കെ, ഇതുവരെ നമുക്ക് ലഭിച്ചു. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് രാഹുലിന്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, അതായത് 9/24 അതായത് 41 ഇൻറ്റു ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 13725 വന്ന്. സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 13725 മൾട്ടിപ്ലൈ വിത്ത് 41/9 ആയിരിക്കും. സോ 9 വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4 7 5 9 45 2 18 4 5. സോ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. രണ്ട് വാല്യൂ ഉണ്ടല്ലേ. 4 1 ആയിരിക്കും, 5 ആയിരിക്കും, 22 വരും, 2 വരും, 5 7 15 വരും, 5 വരും, 5 4 20 20 21 20 2 വരും, 6 വരും. സോ എന്തായിരിക്കും വാല്യൂ? 62525 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. കപ്പാസിറ്റി ഓഫ് ടോണൽ ഇൻലെറ്റ് പൈപ്പ് സെയിം ആണ്. അതായത് ഫില്ലപ്പ് എ വാട്ടർ ടാങ്ക് 9 മിനിറ്റ്. അപ്പോൾ 12 പൈപ്പ് 9 മിനിറ്റ്സ് കൊണ്ടാണ് ഫില്ലപ്പ് ചെയ്യുന്നത്. ഹൗ മെനി സെയിം കസ് റിക്വയർഡ് ടു ഫില്ലപ്പ് സെയിം ടാങ്ക് ആണ്. 12 മിനിറ്റിനുള്ളിൽ എത്ര ഇൻലെറ്റ് പൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ n is equal to 9 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ടുണ്ട് 3:4. റേഷ്യോ വാല്യൂ ഓഫ് ഇന്റീരിയർ ആംഗിൾ. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ ഇക്വേഷൻ നമുക്കറിയാം, n-2. അതായത് n എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യത്തെ 3x മൈനസ് 2 ഇൻറ്റു 180/3x ഹോൾ ഡിവൈഡഡ് ബൈ 4x മൈനസ് 2 ഇൻറ്റു 180/4x. അപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്ന 14/15. നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാല്യൂവും തന്നെ മൾട്ടിപ്പിൾ ആണ് 3:4 അല്ലേ. എല്ലാം തന്നെ മൾട്ടിപ്പിൾ ആണ്. കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും പുട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. സോ 3x മൈനസ് 2/3 വരും. 4/4x മൈനസ് 2 ഈസ് ഈക്വൽ ടു 14/15 വരും. സോ നെക്സ്റ്റിൽ 12x മൈനസ് 8/12x മൈനസ് 6 എന്ന് പറയുന്നത് 14/15 ആണ്. സോ 6x മൈനസ് 4/6x മൈനസ് 3 എന്ന് പറയുന്നത് 14/15 ആണ്. സോ 90x 60 ഈസ് ഈക്വൽ ടു 84x മൈനസ് 42 ആണ്. 6x എന്ന് പറയുന്നത് 18 ആണ്. സോ x ഈക്വൽ ടു എന്ന് പറയുന്നത് 3 ആണ്. സോ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3:4 ആണ്. സോ 9 and 12 ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. x ഈക്വൽ ടു 5 മൈനസ് y, അതായത് x പ്ലസ് y എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. അതുപോലെ x മൈനസ് y എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. സോ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 4 കിട്ടും ആൻഡ് y എന്ന് പറഞ്ഞാൽ 1 കിട്ടും. സോ 4² + 1² 17. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആവറേജ് സ്പീഡാണ്. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 മൾട്ടിപ്ലൈഡ് വിത്ത് 108 മൾട്ടിപ്ലൈഡ് വിത്ത് 162 ഡിവൈഡ് ബൈ a പ്ലസ് ബൈ 108 പ്ലസ് 162, അതായത് 270 വരും. 9 വെച്ച് ഡിവൈഡ് ചെയ്യും. 12 വരും, 9 3 വരും, 3 4 3 10 ആണ്. അവിടെ നിൽക്കട്ടെ. സോ 162 a ഡിവൈഡ് ബൈ 10 വരും. ഇസ് ഈക്വൽ ടു 16
5/10 അതായത് 16 60 48 4 1 2 ആണ്. സോ 129.6 km/h വരും ആവറേജ് സ്പീഡ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി സർക്കിൾ വിത്ത് സെന്റർ O. സർക്കിൾ ആണ്. സർക്കിളിന് ഒരു സെന്റർ ഉണ്ട് O എന്ന് പറയുന്നത്. WX എന്ന് പറയുന്നൊരു കോഡാന്ന് പറഞ്ഞിട്ടുണ്ട്. Y എന്ന് പറയുന്നത് WX മൈനർ ആർക്ക് WX കിടക്കുന്ന ഒരു എന്താ പറയാ ഒരു പോയിന്റ് ആണ് Y എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന Wയിലും Xയിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ്, ആ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് Z. സോ WZY X എന്ന് പറഞ്ഞ പോയിന്റ് 47 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന WYX ഈ ഒരു ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യാണ്. സെന്ററും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ഇത് 90 ആണ്, ഇത് 90 ആണെന്ന് അറിയാം. സോ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ 360 ആണെന്നുണ്ടെങ്കിൽ ഇത് 180 മൈനസ് എന്തായിരിക്കും? 47 ആയിരിക്കും. ഇത് 133 ആയിരിക്കും അല്ലേ? ഇത് 133 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 മൈനസ് 133 ആയിരിക്കും 227. അപ്പോൾ 227. സോ ആംഗിൾ WYX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 227ന്റെ ഹാഫ് ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. സോ ഇസ് ഈക്വൽ ടു 113.5 ഡിഗ്രി ആയിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് 25 ക്വസ്റ്റ്യൻസ് ഈ ഒരു ലൈവ് എക്സാം നടന്നതിൻ്റെ. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 2-3 ക്വസ്റ്റ്യൻസ് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.